അസ്സലാമു അലൈക്കും. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കി ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ശരിക്കും ഒരു നല്ല മുസ്ലിമാണോ? ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാകും. ചില ദിവസങ്ങളിൽ ഖുർആൻ തുറന്ന് വായിക്കാൻ പോലും തോന്നിയിട്ടുണ്ടാകില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അറിയാമെങ്കിലും മനസ്സതിന് തയ്യാറാകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. പുറമേ നമ്മൾ സാധാരണ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും ഏകാന്തതയും അനുഭവപ്പെടുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മോശമായൊരു മുസ്ലിം അല്ല. നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിമാണ്. ദീനിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോഴും നമസ്കരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഖുർആൻ വായിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ കൈവിട്ടിട്ടില്ല എന്നതാണ്. നിങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനസ്സ് ചിലപ്പോൾ തളർന്നിരിക്കുകയായിരിക്കും. ചില ദിവസങ്ങളിൽ 5 നേരം നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വന്നേക്കാം. ചിലപ്പോൾ ഖുർആൻ വായിക്കാൻ കഴിയാതെ വന്നേക്കാം. ചിലപ്പോൾ ദുആ ചെയ്യാൻ പോലും മനസ്സിൽ ശക്തി ഉണ്ടാകില്ല. പക്ഷേ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. വീണ് പോയത് പ്രശ്നമല്ല, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പ്രശ്നം. നമുക്ക് വീണ്ടും എഴുന്നേൽക്കാം. ഇന്ന് ഒരു നമസ്കാരം കൊണ്ട് തുടങ്ങാം, ഒരു ആയത്ത് കൊണ്ട് തുടങ്ങാം, ഒരു ചെറിയ ദുആ കൊണ്ട് തുടങ്ങാം. അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ വലിയൊരു ചുവടിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ ചുവട് മതി. നമ്മൾ എടുക്കുന്ന ഓരോ സത്യസന്ധമായ ചുവടും നമ്മളെ നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു മനോഹരമായ കാര്യമാണ്, ആദമിൻ്റെ സന്തതികളിൽ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്ത ശേഷം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് ഏറ്റവും നല്ലവർ. അതുകൊണ്ട് നിങ്ങളുടെ പഴയ തെറ്റുകളെ നോക്കി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എനിക്കിനി അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയില്ല, ഞാൻ ഇത്രയും കാലം നമസ്കരിച്ചിട്ടില്ല, എന്നെ അള്ളാഹു എങ്ങനെ സ്വീകരിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരവസരമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് നമസ്കാരത്തിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഖുർആനിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയാം, യാ അല്ലാ, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു, എന്നെ കൈവിടരുതേ. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരാളുടെ വാതിൽ അടഞ്ഞിട്ടില്ല. നമ്മൾ ഈമാന്റെ മാധുര്യം ഒരിക്കലും ശരിക്കും അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്ത് പല കാര്യങ്ങൾക്കും തരാൻ കഴിയാത്ത സമാധാനം അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദീനിനെ സ്നേഹിക്കണം, നമ്മുടെ റബ്ബിനെ സ്നേഹിക്കണം, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും സഹനങ്ങളും വെറുതെയല്ല. ഒരു വിശ്വാസിക്ക് തൻ്റെ പ്രയാസങ്ങൾ പോലും പ്രതിഫലത്തിനുള്ള കാരണമാകാം. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് നാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഒരു അനുഗ്രഹമായി മാറിയേക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ റബ്ബിനെ കൈവിടരുത്. നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടേക്കാം, സുഹൃത്തുക്കൾ നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോയേക്കാം, ചില ബന്ധങ്ങൾ അവസാനിച്ചേക്കാം, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാം, നമ്മൾ വളരെയധികം സ്നേഹിച്ച ഒരാളെ പോലും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കരുത്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഈ ലോകം ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങളുടെ സ്ഥലമാണ്. ഇവിടെ നമുക്ക് സന്തോഷവും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും, വിജയവും ഉണ്ടാകും, പരാജയവും ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, രോഗവും ഉണ്ടാകും. നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും, ചില കാര്യങ്ങൾ നമ്മെ കരയിപ്പിക്കും. പക്ഷേ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നും അർത്ഥമില്ലാത്തതല്ല. ഒരു പരീക്ഷണം പോലും അള്ളാഹുവിൻ്റെ അറിവിന് പുറത്തല്ല. നമ്മുടെ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാകും. അവർക്ക് എത്രയോ വലിയ പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. എന്നിട്ടും അവർ അള്ളാഹുവിനെ കൈവിട്ടിട്ടില്ല. അവർ പ്രയാസങ്ങളിൽ പോലും അവരുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും പ്രയാസം എന്ന് മാത്രം ചിന്തിക്കരുത്. പകരം
ഈ സാഹചര്യത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്, ഇതിലൂടെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് എങ്ങനെ കൂടുതൽ അടുക്കണം എന്ന് ചിന്തിച്ചു നോക്കുക. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരു ആത്മാവിനും അതിൻ്റെ കഴിവിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു തആല ഭാരമേൽപ്പിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതായാലും നിങ്ങളുടെ റബ്ബ് നിങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്. നിങ്ങളുടെ കണ്ണുനീര് അവൻ അറിയുന്നുണ്ട്, നിങ്ങൾ വേദനിക്കുന്നത് അവൻ അറിയുന്നുണ്ട്, നിങ്ങൾ ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആ വിഷമം അവൻ അറിയുന്നുണ്ട്. നിങ്ങൾ ചിരിച്ചുകൊണ്ട് മറച്ചു വെക്കുന്ന വേദനയും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റബ്ബിന് അതറിയാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരിക്കലും വൈകിയിട്ടില്ല. നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾ എത്ര തവണ വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക. നിങ്ങൾക്ക് എത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാം. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കേണ്ടതില്ല. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമെടുക്കാം. ഇന്ന് ഒരു നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇന്ന് കുറച്ച് ഖുർആൻ വായിക്കുക. ഇന്ന് കുറച്ച് സമയം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പറയുക, യാ അല്ലാ, ഞാൻ ദുർബലനാണ്, ഞാൻ പലപ്പോഴും വീഴുന്നുണ്ട്, പക്ഷേ ഞാൻ നിന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ നിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ. അതുമതി. കാരണം അള്ളാഹുവിലേക്ക് പോകുന്ന വഴി ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട യാത്രയല്ല, അത് ഓരോ ദിവസവും നമ്മൾ തുടരേണ്ട യാത്രയാണ്. ചില ദിവസങ്ങളിൽ വീണ്ടും പിന്നോട്ട് പോകും, പക്ഷേ നിങ്ങൾ നിർത്തരുത്, ശ്രമം നിർത്തരുത്, നമസ്കാരം ഉപേക്ഷിക്കരുത്, ഖുർആൻ ഉപേക്ഷിക്കരുത്, ദുആ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശൂന്യത തന്നെ അള്ളാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വിളിയായിരിക്കാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസം തന്നെ നിങ്ങളുടെ ദീൻ കൂടുതൽ ശക്തമാക്കാനുള്ള കാരണമായിരിക്കാം. അതുമല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കരയുന്ന കണ്ണുനീർ നാളെ സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരായി മാറിയേക്കാം. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ റബ്ബിനെ കൈവിടരുത്. നിങ്ങൾ തളർന്നാൽ അവനിലേക്ക് മടങ്ങുക, നിങ്ങൾ പേടിച്ചാൽ അവനിലേക്ക് മടങ്ങുക, നിങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നിയാൽ അവനിലേക്ക് നിങ്ങൾ മടങ്ങുക, നിങ്ങൾ തെറ്റ് ചെയ്താൽ അവനിലേക്ക് മടങ്ങുക, നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചാലും അവനെ നിങ്ങൾ ഓർക്കുക. കാരണം നമ്മുടെ യഥാർത്ഥ സമാധാനം അള്ളാഹുവിലാണ്. ഈ ലോകം എത്ര മനോഹരമായി തോന്നിയാലും ഒരു വിശ്വാസിയുടെ യാഥാർത്ഥ്യ ലക്ഷ്യം അതിനേക്കാൾ വലിയതാണ് സ്വർഗം. അവിടെ വേദനയില്ല, രോഗമില്ല, വേർപാടില്ല, കണ്ണുനീരില്ല, പേടിയില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ചെറിയതും വലിയതുമായ പ്രയാസങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ തളർന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഓർക്കുക, നമ്മുടെ റബ്ബിനെ നിങ്ങൾ ഓർക്കുക, സ്വർഗത്തെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ശ്രമിക്കുക. വീണാൽ നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുക. തെറ്റിയാൽ നിങ്ങൾ തിരുത്തുക. ദൂരെയായാൽ തിരിച്ചു വരിക. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഓരോ ചുവടും വിലപ്പെട്ടതാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ദീനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കാം. നമസ്കാരം ശരിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു പ്രയാസത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന നിങ്ങളിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഇതിൽ ആരായാലും ഇന്ന് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും മടങ്ങി വരാം. നിങ്ങളുടെ റബ്ബിൻ്റെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് തന്നെ ഒരു ചെറിയ തുടക്കം നിങ്ങൾ എടുക്കുക. ഒരു നമസ്കാരം, ഒരു ആയത്ത്, അല്ലെങ്കിൽ ഒരു ദുആ, ഒരു സത്യസന്ധമായ തൗബ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മാറ്റത്തിൻ്റെ തുടക്കം അതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ശക്തമാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരട്ടെ. അവസാനം അവൻ്റെ പ്രീതിയോടെയും കരുണയോടെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ആലമീൻ. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇൻഷാ അള്ളാ എന്ന് ഞാൻ മടങ്ങി വരും എന്നും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉത്സാഹമുണ്ടാകും. കാരണം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു വാക്ക് മറ്റൊരാൾക്കും ഒരു പുതിയ തുടക്കം നൽകും ഇൻഷാ അള്ളാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.